ഹലോ ഗൈസ് ആൻഡ് ഗേൾസ്, വിജയ് തീർന്നോ? 2026 തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇളയ ദളപതി വിജയുടെ പാർട്ടിയായ TVK അഥവാ തമിഴക വെട്രി കഴകം തന്നെ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ വിജയ് കാരണം തമിഴ്നാട്ടിൽ ഒരു വലിയ ദുരന്തം തന്നെ നടന്നിരിക്കുകയാണ്. 40 ആൾക്കാരാണ് ഇപ്പോൾ TVK പാർട്ടി നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. മാത്രമല്ല 100-നടുത്ത് ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നടന്നപ്പോൾ ആൾക്കാരെ ആംബുലൻസിൽ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ വിജയ് പറഞ്ഞ എന്താണെന്ന് നോക്കൂ. ആംബുലൻസിൽ നമ്മുടെ പാർട്ടിയുടെ കൊടി. അടിപൊളി. നമ്മുടെ രാജ്യത്ത് ഒട്ടും വിലയില്ലാത്ത ഒരു സാധനമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതുപോലത്തെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പീഡ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCB ഒരു ഇവൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ 11 പേരാണ് മരിച്ചത്. അത് അധികം കാലമൊന്നും ആയിട്ടില്ല, ജൂൺ 4-നായിരുന്നു. അതിനൊരു 4 മാസം മുന്നേ ഫെബ്രുവരി 15-നാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 പേര് ഇതുപോലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. അതിനൊരു 2 ആഴ്ച മുന്നേ ജനുവരി 29-ന് മഹാകുംഭമേള നടന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതേപോലെ തിക്കിലും തിരക്കിലും പെട്ട് 30 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തിക്കിലും തിരക്കിലും പെട്ട് എത്ര ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതെയാവുന്നത്? നമുക്കതായാലും ഈ കഴിഞ്ഞ ദിവസം എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് വിശദമായി നോക്കാം. സെപ്റ്റംബർ 25-നാണ് TVK അതായത് വിജയുടെ പാർട്ടി അനൗൺസ് ചെയ്യുന്നത് കരൂരിലൊരു റാലി നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 27-ന് അതായത് 2 ദിവസം കഴിഞ്ഞ് ഈ ഒരു റാലി നടത്താൻ പാർട്ടിക്കാർ പോലീസിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ 10,000 പേരുടെ ഒരു പരിപാടി നടത്താനേ അവർക്ക് പെർമിഷൻ ശരിക്കും കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും TVK അറിയാലോ, TVKയുടെ ഇവൻറ്റുകൾ നമ്മുടെ വിജയുടെ ഈ ഒരു പാർട്ടി അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയൊരു ഇവൻ്റ് വെച്ചിട്ടായിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇവൻറ്റിൻ്റെ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ, എത്ര ആൾക്കാരാണ് വന്നത് എന്നൊക്കെ. ആ ഒരു സ്കെയിലാണ്, അത്രയും ആൾക്കാരൊക്കെ വരുന്ന പരിപാടികളാണ് വിജയ്. അതായത് വിജയ് വെറും ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ലല്ലോ, തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തോ അല്ലെങ്കിൽ അതിനേക്കാട്ടിലേറെ ഫാൻസൊക്കെ ഉള്ളൊരു സൂപ്പർ സ്റ്റാറാണ്. TVKയുടെ ഇവൻറ്റിൽ ഇത്രയും ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ മദ്രാസ് ഹൈക്കോടതി കുറച്ചു കാലം മുന്നേ അവരുടെ ഇത്രയുമുള്ള ഒരു ഇവൻറ്റുകളുടെ ഇടയിലുള്ള സേഫ്റ്റി കൺസേൺസും ആൾക്കാരുടെ തിക്കിലും തിരക്കിലും പെട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു കൺസേണൊക്കെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആരും നോക്കുന്നില്ലല്ലോ. സെപ്റ്റംബർ 27, 2025 വേലുസ്വാമിപുരം ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൗണ്ടിലായിരുന്നു ഈ ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രൗണ്ടിൽ രാവിലെ തന്നെ ഒരു 9 മണിയായ ഒരു സമയത്തോടുകൂടെ തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കാരണം നമ്മുടെ TVKയുടെ ആൾക്കാർ, ഈ ഒരു പരിപാടിയുടെ ഓർഗനൈസേഴ്സ് പറഞ്ഞിരുന്നത് വിജയ് 12 മണി, ഉച്ചയ്ക്ക് 12 മണി, ഉച്ചയ്ക്കല്ല നട്ടുച്ചയ്ക്ക് ഒരു 12 മണിക്കാണ് ഈ ഒരു ഇവൻ്റ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിജയ് വന്ന് എത്തുന്നത് 12 മണിക്കാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ രാവിലെ തന്നെ വന്ന് സ്ഥലം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും വിജയ് ആ ഒരു സമയത്താകുമ്പോഴേക്കും എത്തില്ല എന്നുള്ള അനൗൺസ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. പിന്നെ റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും, ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ ഒരു 4,000 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ആൾക്കാരുടെ എണ്ണം വളരെ കൂടാൻ തുടങ്ങി. കാരണം വിജയ് വരുന്നുണ്ട് എന്നുള്ള ഒരു അറിയാലോ, ഒരു ഓളമായിരിക്കുമല്ലോ, തമിഴ് സൂപ്പർ സ്റ്റാറല്ലേ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും വലിയ തിരക്കായി. പക്ഷേ ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ രാവിലെ 9 മണി തൊട്ടേ നിൽക്കുന്നുണ്ട്. ഇവരൊന്നും ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല കുറേ ആൾക്കാർ. സാധാരണ ആൾക്കാരാണ്, പാർട്ടി പ്രവർത്തകർ മാത്രമല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ഈ പറയുന്ന കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്താ പറയുക, ഫുഡ് പോലും കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ നിൽക്കുകയാണ് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ വിജയെ കാത്തുകൊണ്ട്. വിജയ് ആണെങ്കിലോ നട്ടുച്ചയ്ക്ക് 12 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു 4 മണിയായിട്ടും അഡ്രസ്സൊന്നുമില്ല. പക്ഷേ ആ ഒരു സമയം ഒരു 5 മണി, ഒരു 6 മണി ഒക്കെ ആയപ്പോൾ, അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴേക്കും ആൾക്കാർക്കൊക്കെ പലതരം വിഷയങ്ങൾ വരാൻ തുടങ്ങി. കുറച്ച് പേരൊക്കെ ബോധം കെടാൻ തുടങ്ങി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ചൂടല്ലേ, പിന്നെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അതായത് തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അനങ്ങാൻ പോലും പറ്റാത്ത രീതിക്കുള്ള തിരക്കുകളാണിത്. നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ പോയി കഴിഞ്ഞാൽ പോലും കുറച്ചൊരു സ്പേസ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും വലിയ തിരക്കായിരിക്കും ഇതേപോലത്തേക്ക് അവസ്ഥകൾ വരണമെങ്കിൽ. എസ്പെഷ്യലി വെള്ളമോ ഫുഡോ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ കിട്ടാനില്ലാത്തൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ. വിജയ് എന്തുകൊണ്ടാണ് വരാൻ വൈകിയതെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഒരു സെപ്റ്റംബർ 27-ന് 2 പരിപാടികളുണ്ടായിരുന്നു.
ഒന്ന് നാമക്കലും ഒന്ന് കരൂരും. നാമക്കലിലെ പരിപാടി കഴിഞ്ഞിട്ട് വേണം കരൂരിലോട്ട് വരാൻ. നാമക്കലിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെയും ഇതുപോലത്തെ ഒരു റാലി ഉണ്ടായിരുന്നു. ആ ഒരു റാലിയിൽ വിജയ് വരും എന്ന് പറഞ്ഞിരുന്നത് രാവിലെ 8:30 പക്ഷേ 8:30 വിജയ് അവിടെ എത്തിയില്ല. വിജയ് അവിടെ എത്തിയപ്പോൾ തന്നെ 2:35 ഏത് രാവിലെ 8:30 വരുമെന്ന് പറഞ്ഞിട്ട് 2:35 അവിടെയും ആൾക്കാർ ഇതേപോലെ വിജയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് ആയിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെ അത്ഭുതം. വിജയ് അവിടെ എത്തി ഒരു 20 മിനിറ്റിൻ്റെ സ്പീച്ച് കഴിഞ്ഞു. എന്നിട്ട് 2:55 അവിടെ നിന്ന് നാമക്കൽ നിന്ന് കരൂരിലോട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, രാവിലെ അവിടെ 8:30 ഒരു ഇവൻറ്റ്, 12 മണിക്ക് ഒരു ഇവൻറ്റ്. പക്ഷേ മൊത്തത്തിലുള്ള ഇവൻറ്റ് അവിടെ നിന്നേ മാറി, തകിടം മറിഞ്ഞു സമയം കാര്യങ്ങളൊക്കെ. പക്ഷേ ആൾക്കാർ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യുക ഈ കരൂരിൽ 12 മണിക്ക് വിജയ് വരുമെന്ന് പറഞ്ഞിട്ട്. വിജയുടെ വണ്ടി കരൂരിലെത്തുന്നത്, കരൂർ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തുന്നത്, അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ആ ഒരു ഓവർ ബ്രിഡ്ജിലെത്തുന്നത് 1 കിലോമീറ്ററിനകത്താണ്. അത് ഒരു 6 മണിക്കാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഒരു 6 മണി കഴിഞ്ഞിട്ട് ശരിക്കുമുള്ള ഈ റാലി നടക്കുന്ന സ്ഥലത്തോട്ട്, ഈ പറയുന്ന വേലുസ്വാമിപുരം ഗ്രൗണ്ടിലോട്ട് എത്തുന്നത് 7 മണിയോടുകൂടിയാണ്. ഇവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ എത്തുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു 7-7:10 ആകുമ്പോൾ തന്നെ വിജയ് നമ്മുടെ ക്യാമ്പയിൻ വെഹിക്കിൾ അല്ലെങ്കിൽ ക്യാമ്പയിൻ വണ്ടിയുടെ വിജയ് വന്ന വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഒന്ന് വയലൻ്റ് അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, വിജയനെ കാണില്ല, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറിലെ പല ആൾക്കാരുടെയും. ഇപ്പോൾ നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ കാര്യം തന്നെ അറിയാലോ, ഇവിടെ നടന്നു പോയി വിജയ് സാറിനെ കാണണം എന്ന് പറഞ്ഞൊരു പല എന്താ പറയുക ഒരു ഹിസ്റ്റീരിയ പോലത്തെ ഒരു അല്ലെങ്കിൽ ഒരു പ്രാന്തുള്ള ആൾക്കാരാണ് ഫാൻസ്. അത്രയും ഫാൻ ബോയ്സും തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുക. ഒരു എത്ര ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 10,000 ആൾക്കാരുടെ ഒരു എണ്ണമാണ്, അല്ലെങ്കിൽ അത്രയുള്ള പെർമിഷനാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആർക്ക്, ഈ പറയുന്ന പരിപാടി നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ പോലീസ് പിന്നീട് പറഞ്ഞത് 27,000 തൊട്ട് 30,000 വരെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അതുമല്ല, പല മീഡിയ റിപ്പോർട്ട്സും പറയുന്നത് 50,000 to 60,000 വരെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഇത്രയും തിരക്കും ക്രൗഡും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതും ആൾക്കാരെ ടെൻഷൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭ്രാന്താക്കിയിട്ടുണ്ടാവണം. പലരും ഇതിൻ്റെ പിന്നിൽ ബാക്കി വിജയുടെ ശത്രുക്കളാണ് എന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുമുണ്ട് ഇനി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം കണ്ട ഒരു വീഡിയോയിൽ വിജയ് ഒരു വണ്ടിയുടെ മുകളിൽ നിൽക്കുന്നു, ഒരു ആംബുലൻസ് വരുന്നു, വിജയ് അതിനെപ്പറ്റി ആംബുലൻസ് നമ്മുടെ കൊടിയെന്നൊക്കെ പറയുന്നു. അത് ഈ ഒരു സമയത്താണ് നടക്കുന്നത്. ഈ ഒരു തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ കുറേ പേര് ബോധം കെട്ട് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ടുപോകാൻ വന്ന ആംബുലൻസ് ആയിരുന്നു അത്. അപ്പോൾ അതിലാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. വിജയ് അത് കാണുന്നതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വിജയ് തൻ്റെ സ്പീച്ചൊക്കെ നിർത്തിയിട്ട് അവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നതുമുണ്ട്. ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു സ്ത്രീ പറഞ്ഞത് തൻ്റെ കൊച്ചിനെ കാണാനില്ല, മിസ്സിങ് ആണെന്ന്. വിജയ് അത് കേൾക്കുന്നതുകൊണ്ട് പോലീസിൻ്റെ അടുത്തും തൻ്റെ പാർട്ടിക്കാരുടെ അടുത്തുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നതുമുണ്ട്. அஷ்மிகா 9 வயசுல ஒரு பொண்ணு காணுமா? தம்பிகளா கொஞ்சம் தேடி கண்டுபிடிச்சு கொடுத்துருங்க. அஷ்மிகா പോലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ് ഹെൽപ്പ് സാർ, പ്ലീസ്. പിന്നെ ഇതുപോലത്തെ ക്യാമ്പയിനിലൊക്കെ വിജയുടെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് സിനിമ ഡയലോഗും അത്രയുള്ള ഒരു സ്പാർക്ക് അങ്ങനത്തെ ഒരു സാധനമുള്ള അല്ലെങ്കിൽ ആ ഒരു ഐറ്റം ഉണ്ട്, അണടയിൽ ഐറ്റം ഉണ്ട്. അതായത് ആൾക്കാരെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ക്രൗഡിനെ കയ്യിലെടുക്കാൻ അവർക്ക് ഒരു എന്താ പറയുക, 1-2 സ്പീച്ച് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അണ്ണൻ അല്ലെങ്കിൽ വിജയ് അണ്ണൻ നമ്മുടെ സിനിമകളിലൊക്കെ പറയുന്ന പോലെയാണ് ഇതുപോലത്തെ പാർട്ടി പരിപാടികളിലൊക്കെ പോയി സ്പീച്ചൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ആകപ്പാടെ ഇതിൻ്റെ വിജയനെ കാണാനും ഫ്രണ്ടിലോട്ടും ആകപ്പാടെ തല്ലും ബഹളവും പരിപാടികളൊക്കെ. ഓൾറെഡി അവിടെ നിൽക്കാൻ 1 ഇഞ്ച് സ്ഥലമില്ല. അതിൻ്റെ ഇടയ്ക്ക് പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നുണ്ട് ആരെ, ഈ ക്രൗഡുകളെ അല്ലെങ്കിൽ ഈ ആൾക്കാരെ. അപ്പോൾ എന്തായി, പിന്നെയും പാനിക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ പാനിക്ക്. ഈ പരിപാടി ശരിക്കും നിശ്ചയിച്ചിരുന്നത് ആ ഒരു ഗ്രൗണ്ടിനകത്തായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പോഴും വിജയ അങ്ങോട്ട് കയറിയിട്ടില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിൽ തന്നെയാണ്. അവിടെ ഇത്രയും പറഞ്ഞ ആൾക്കാരൊക്കെ ഈ പറയുന്ന ഗ്രൗണ്ടിനകത്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിനകത്ത് നിന്നിട്ടാണ് സംസാരിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും നിൽക്കാനുള്ള കുറച്ചുകൂടെ സ്ഥലമുണ്ടായത്. പക്ഷേ ഗ്രൗണ്ടിനകത്തല്ല, ഇപ്പോഴും വഴിയിലാണ് നിൽക്കുന്നത്. ആ വണ്ടിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ പറയുന്ന പരിപാടികളും ഈ പറയുന്ന കെയോസും ഈ പറയുന്ന ആൾക്കാരുടെ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു ചെറിയ വഴിയിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഓരോരുത്തരായിട്ട് ബോധം കെട്ട് വീഴാനും അല്ലെങ്കിൽ
എന്താ പറയുക, രാവിലെ തൊട്ട് നിൽക്കുന്ന ആൾക്കാർ, ഏത് രാവിലെ തൊട്ട് 9 മണിയൊന്നുമല്ല, ചിലരൊക്കെ രാവിലെ 2 മണി 3 മണി തൊട്ട് നിൽക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊരു ഫുഡോ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാതെ നിൽക്കുക. അപ്പോൾ ഈ ഒരു തിക്കിനും തിരക്കിനും ഇടയിൽ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ബോധം കെട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ ഇങ്ങനെ ആംബുലൻസിലോട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. പക്ഷേ ഈ ആംബുലൻസിനാണെങ്കിൽ പുറത്തോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. കാരണം ഇത്രയും തിരക്കും ഒരു ചെറിയ വഴിയുമല്ലേ. അങ്ങനെ ഒടുവിൽ ഒരുപാട് പേരുടെ ജീവനാണ് ഈ ഒരു പരിപാടിയിൽ പോയത്. എത്ര പേരെന്ന് ചോദിക്കും? 40 പേര്. അതിൽ 10 കുട്ടികളും 17 സ്ത്രീകളും ആണ് പെട്ടത്. എന്താ ഇപ്പോൾ പറയാം. മാത്രമല്ല 100-നടുത്ത ആൾക്കാർക്ക് ഇഞ്ചുറീസും അല്ലെങ്കിൽ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുമുണ്ട്. അവരും ഹോസ്പിറ്റലിലാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിജയ് എന്താണ് ചെയ്തത്? വേഗം സ്ഥലം വിട്ടു, വീട്ടിലോട്ട് പോയി നേരെ ചെന്നൈയിലോട്ടെത്തി. താങ്ക് യു see you all, thank you. கான்ஃபிடென்ட் ஆருங்க, நல்லதே நடக்கும், வெற்றி நிச்சயம். மீண்டும் சந்திக்கும் வரை நன்றி, வணக்கம். അങ്ങനെ തിരിച്ച് വെറുതെ പോകാൻ പറ്റില്ലല്ലോ. പോലീസ് അതിന് വിജയ്ക്ക് വഴിയൊരുക്കണം, അല്ലെങ്കിൽ ആ വിജയുടെ വണ്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിന് വഴിയൊരുക്കണം തിരിച്ചു പോകാൻ. ചില റിപ്പോർട്ടുകൾ പറയുന്നത് പോലീസ് ഈ പറയുന്ന വിക്ടിംസ്, ഈ പറയുന്ന ആൾക്കാർ ബോധം കെട്ട് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം, അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം വിജയ്ക്ക് വഴിയുണ്ടാക്കാനാണ് നിന്നതെന്ന്. എന്താ ഇപ്പോൾ പറയുക. എന്തായാലും ഒരു വലിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്തിട്ട് അവിടെ തന്നെ കാണാൻ വന്നിട്ട് ഒരു 40 പേര് മരിച്ചപ്പോൾ അവരെ ഒന്നും ഹെൽപ്പ് ചെയ്യാതെ നേരെ വീട്ടിലോട്ട് പോയിരിക്കുക. ശരിയാണ്, വിജയ് ഒരു തമിഴ് നടനാണ്, സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ 2026 തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആവണം എന്ന് പറയുന്ന ആൾ ഇതുപോലൊരു ദുരന്തം തൻ്റെ കൺമുന്നിൽ നടക്കുമ്പോൾ, അതും അയാളെയും അയാളുടെ പാർട്ടിയും കാരണമൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണോ ചെയ്യേണ്ടത്? എന്തായാലും വീടെത്തിയിട്ടാണെന്ന് തോന്നുന്നു രാത്രി 11:15 വിജയ് ഒരു ട്വീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചതിൽ എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം കൊടുക്കും എന്ന് വിജയ് പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചുറായിട്ടുള്ള അല്ലെങ്കിൽ പരിക്കേറ്റ ആൾക്കാർക്ക് 2 ലക്ഷം രൂപയും ഇനാമല്ലല്ലോ എങ്ങനെ ഇപ്പോൾ പറയാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ സ്റ്റാലിന് ഗുണമായി പൊളിറ്റിക്കലി. കാരണം സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും ഗ്രൗണ്ടിലുണ്ടായിരുന്നു, അതായത് കരൂരിൽ. സ്റ്റാലിൻ അന്ന് രാത്രി തന്നെ അവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആൾക്കാരുടെ, മരണപ്പെട്ട ആൾക്കാരുടെ കുടുംബക്കാരെയൊക്കെ കണ്ട് സംസാരിച്ചതുമായിട്ട് കാണാം. മാത്രമല്ല 10 ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബങ്ങൾക്കും 1 ലക്ഷം രൂപ വീതം പരിക്കേറ്റവർക്കും കൊടുക്കും എന്നും അനൗൺസ് ചെയ്തു. സ്റ്റാലിൻ പറഞ്ഞ് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓർഗനൈസ് ചെയ്ത ഒരു ഇവൻറ്റിൽ ഇത്രയും ആൾക്കാർ മരിക്കുന്നത് എന്നാണ്. മാത്രമല്ല സ്റ്റാലിൻ ഇങ്ങനൊരു സംഭവം നടന്നതിൽ ഒരു അന്വേഷണവും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 1 മെമ്പർ കമ്മീഷനാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത്. ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായിരുന്ന അരുണ ജഗദീഷാണ് ഈ ഒരു അന്വേഷണം തന്നെ ഹെഡ് ചെയ്യുന്നത്. വിജയ് അധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇതിനെപ്പറ്റി ഇറക്കിയിട്ടില്ല, ഇപ്പോഴും മൗനത്തിലാണ്. എങ്കിൽ കൂടെ ടിവിക്ക്, അതായത് വിജയുടെ പാർട്ടി കുറച്ച് അട്ടിമറികൾ ഈ ഒരു സംഭവത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. അങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വിജയ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. மக்கள் நிம்மதியா ஃப்ரீயா நின்னு பாக்குறதுக்கு ஒரு இடம், அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேட்கிறோம். ஆனா நீங்க என்ன பண்றீங்க? அந்த இடத்தையெல்லாம் விட்டுட்டு நெருக்கடியோட, மக்கள் நெருக்கடியோட எங்கெல்லாம் நிப்பாங்களோ அந்த இடமா பார்த்து செலக்ட் பண்ணி தரீங்க. உங்க எண்ணம் தான் என்ன சார்? അതായത് പെർമിഷനൊക്കെ എവിടെ ചോദിച്ചാലും നിൽക്കാൻ ആൾക്കാർക്ക്, നമ്മുടെ പാർട്ടി മെമ്പേഴ്സിനും നമ്മുടെ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്ത ഇടങ്ങളിൽ മാത്രമേ ഇവർ ഗവൺമെൻറ്റും പോലീസും പെർമിഷൻ തരുള്ളൂ എന്നാണ് വിജയ് പറഞ്ഞിട്ട് ഒരാഴ്ച ആയില്ല ഇത് സംഭവിച്ചു. റിപ്പോർട്ടർമാർ സ്റ്റാലിൻ്റെ അടുത്ത് വിജയനെ അറസ്റ്റ് ചെയ്യുമോ ഇത് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്റ്റാലിൻ പറഞ്ഞത് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിനനുസരിച്ചിരിക്കും എന്നാണ്. ഈ വീഡിയോ ശരിക്കും ഇന്നലെ പബ്ലിഷ് ചെയ്യേണ്ടായിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതും കൂടെ, ആ ഒരു അപ്ഡേറ്റും കൂടെ പറയാം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി ഈ ഒരു ഇവൻറ്റിനെ പറ്റി
സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നഷ്ടപരിഹാരമായിട്ട് അനൗൺസും ചെയ്തിട്ടുണ്ട്. പോലീസ് കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം പറയാനുള്ളത് TVKയുടെ ജില്ലാ സെക്രട്ടറിയാണ്, മതിയഴകൻ എന്നാണ് അയാളുടെ പേര്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആളാണ് ഇതിൻ്റെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഹെഡായിട്ട് അവിടെ ഉണ്ടായിരുന്നത് കരൂർ ജില്ലയിൽ. അടുത്തത് മസി പൗൻരാജ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, അത് TVKയുടെ ഒരു ലീഡറാണ്. ആളെ അറസ്റ്റ് ചെയ്തത് ഈ പറയുന്ന മതിയഴകനെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളൊരു കേസിലാണ്. പിന്നെ വേറെയും കുറേ ആൾക്കാർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. അതിൽ TVKയുടെ ജനറൽ സെക്രട്ടറിക്ക് കേസ് വന്നിട്ടുണ്ട്, TVKയുടെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറിക്കും കേസ് വന്നിട്ടുണ്ട്. മാത്രമല്ല കുറേ ആൾക്കാർ കുറേ പ്രവർത്തകർ, ഒരു 10 പ്രവർത്തകർക്കും എതിരെ കേസും വന്നിട്ടുണ്ട്. പക്ഷേ അറസ്റ്റുകൾ ഇതോടെ നിൽക്കുമോ? വിജയും അറസ്റ്റ് ചെയ്യുമോ? അതിന് സ്റ്റാലിൻ മുതിരുവോ? അതാണ് കാണേണ്ടത്. ഇനിയിപ്പോൾ വിജയ് അറസ്റ്റിലായാലും അത് TVKയ്ക്കും വിജയ്ക്കും പൊളിറ്റിക്കലി ഗുണം ചെയ്യാനേ പോകുന്നുള്ളൂ. അഥവാ അറസ്റ്റിലായാൽ ഒരു 15 ദിവസം ജയിലിൽ കിടന്നാൽ പിന്നെ തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. വിജയുടെ തന്നെ പടങ്ങളിൽ കണ്ട സീനുകൾ നേരിട്ട് കാണേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ 2026 വിജയ് തന്നെ CM എന്ന് കൺഫേം ചെയ്യേണ്ട അവസ്ഥയാവും. അപ്പോൾ വിജയ് തീർന്നോ? എവിടെയും എത്തിയിട്ടില്ല. തുടങ്ങിയതല്ലേ ഉള്ളൂ. അടുത്ത വർഷമാണ് ഇലക്ഷൻ. ഇനിയും വിജയുടെ ഒരുപാട് റാലികളും പരിപാടികളൊക്കെ നടക്കാനിരിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും അടുത്ത വർഷത്തെ ഇലക്ഷന് മുന്നേ ഇതെല്ലാം നടക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും വിജയ് അറസ്റ്റിലായാൽ ഞാൻ പറഞ്ഞ പോലെ കൺഫേം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതുപോലത്തെ സ്റ്റാമ്പീഡ് ദുരന്തങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതങ്ങ് തമിഴ്നാട്ടിലല്ലേ, ഇതിന് മുന്നേ നടന്ന IPLൻ്റെ ഇടയ്ക്കുണ്ടായ ദുരന്തം അതങ്ങ് കർണാടകയിലല്ലേ, കുംഭമേളയ്ക്കുണ്ടായ ദുരന്തം അതങ്ങ് ഉത്തർപ്രദേശിലല്ലേ എന്നൊക്കെ. അല്ല, ഇതൊക്കെ ഇന്ത്യയിലാണ്. സണ്ണി ലിയോൺ വന്നാൽ നാട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ എടുത്ത് പറയണ്ടല്ലോ. അപ്പോൾ ആൾ കൂടുന്നതിൻ്റെ കാര്യം വിട്. ഇത്രയും ആളൊക്കെ കൂടുമ്പോൾ ഇതുപോലെ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ആൾക്കാരുടെ ജീവൻ പോകുന്നത് ഒരു സ്ഥിര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തും നടക്കാം. മെസ്സിയും അർജൻറ്റീന ടീമും കേരളത്തോട്ട് വരാൻ നിൽക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു റോഡ് ഷോ നടത്തുമ്പോൾ എത്ര ആൾക്കാർ കൂടും? എത്ര ആൾക്കാർ ഇതുപോലെ കൂടും? അവിടെ എത്രമാത്രം പ്രിക്കോഷൻസ് അവിടെ എടുക്കാൻ പറ്റും? എത്രമാത്രം പ്രിക്കോഷൻസ് എടുത്താലും ക്രൗഡ് ഒരു വിഷയം തന്നെയാണ്. 2011 ശബരിമലയിൽ നടന്നത് ഓർമ്മയില്ലേ? പോട്ടെ, 2023 കുസാറ്റിൽ നടന്ന ഓർമ്മയില്ലേ? എന്ത് പറയാൻ, ഇത്രയും ക്രൗഡൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം, പോവാതിരിക്കുക എന്നല്ലാതെ ഇപ്പം എന്താ പറയുക. എനിക്കപ്പോൾ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ പീസ്.